Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് യൂട്യൂബിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഫേസ്ബുക്കിൽ, അതായത് സോഷ്യൽ മീഡിയാസിൽ നമുക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അഡ്വർടൈസ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ഫ്ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഗ്രാഫിക്സ് ഡിസൈനറിന്റെ അടുത്ത് പോയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. നമുക്ക് ഓൺലൈനായിട്ട് അതിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓൺലൈൻ അത് ഒരു ഫ്രീ ആയിട്ട് ഉള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ആണ് അത്. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പോസ്റ്റർ മൈ വോൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. പോസ്റ്റർ മൈ വാൾ എന്ന് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ. ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്യാൻവ പോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ പോസ്റ്റർ മൈ വാൾ എന്ന് പറയുന്നത്. രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് പോരുന്നത് പോസ്റ്റർ മൈ വാൾ ആണ്. ഞാൻ എന്റെ പോസ്റ്റേഴ്സും എന്റെ തംബ്നെയിൽസും എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോസ്റ്റർ മൈ വാളിൽ കൂടെ തന്നെയാണ്. പോസ്റ്റർ മൈ വാളും ക്യാൻവയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിരിക്കുന്നത് ബെറ്റർ മീൻസ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് കുറച്ചും കൂടെ. അതായത് പോസ്റ്റർ മൈ വാൾ കുറച്ചും കൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് അത് എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പൊ അതിൽ വാട്ടർമാർക്ക് ഉണ്ടാവും, അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് പോസ്റ്റർ മൈ വാളിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഗൂഗിളിൽ പോസ്റ്റർ മൈ വാൾ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സെർച്ച് റിസൾട്ട് പോസ്റ്റർ മൈ വാൾ വന്നിട്ടുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസ്റ്റർ മൈ വാളിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ആ വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ക്രിയേറ്റ് ഡിസൈൻ ഉണ്ട്, ന്യൂ ഡിസൈൻ ഉണ്ട്, വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബ്രൗസ് ടെംപ്ലേറ്റ്സ്, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സും അതിൻ്റെ ഫ്ലെയേഴ്സിൻ്റെ എല്ലാ ടെംപ്ലേറ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. അടുത്തത് അതിൽ പ്രൊഡക്റ്റ്, പിന്നെ സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ പിന്നെ ലോഗിൻ പേജാണ്. ഓക്കെ, ഞാനിതിലിപ്പോൾ ലോഗിൻ ചെയ്യാതെയാണ് ഞാനിപ്പോൾ ഒരു പോസ്റ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലോഗിൻ ചെയ്യാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അത് എടുക്കാൻ സാധിക്കും. വാട്ടർമാർക്കോ അങ്ങനെ ഒന്നും ഇതിൽ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതിലൊരു ക്രിയേറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ള് ടെംപ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒത്തിരി ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇതിൽ. ഏത് ടെംപ്ലേറ്റ്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ്സ് എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിതിലൊരു ബ്ലാങ്ക് ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ ഇത് മേലെ കാണുന്നത് പോപ്പുലർ ആയിട്ടുള്ള സൈസുകളാണ്. അതായത് ഫ്ലെയറിൻ്റെ സൈസ്, പോസ്റ്ററിൻ്റെ സൈസ്, ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് A4 സൈസിൽ, പിന്നെ ഫേസ്ബുക്കിൻ്റെ നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റാണെങ്കിൽ അതിൻ്റെ സൈസ്, ടാബ്ലോയിഡിൻ്റെ സൈസ്, ഓരോ സൈസും നമുക്ക് പ്രിഫർ ഏത് സൈസാണോ നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സൈസിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് സെർച്ച് ഫോർ സ്റ്റോക്ക് ഫോട്ടോസ് ഉണ്ട്, ഇമേജ് അപ്ലോഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡ് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ഗ്രേഡിയൻറ്റ് കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഇതിലൊരു സോളിഡ് കളർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ കളർ സെലക്ട് ചെയ്യാം. ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു, അത് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു പേജ് നമ്മൾ എങ്ങനെയാണോ എഡിറ്റ് ചെയ്യേണ്ട, പോസ്റ്റർ എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു പേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫോട്ടോസ് കാണാൻ സാധിക്കും, മീഡിയ ഉണ്ട്, പിന്നെ ടെക്സ്റ്റ്, ലേഔട്ട്, ക്ലിപ്പ് ആർട്ട്, ബാക്ക്ഗ്രൗണ്ട്. ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഷേപ്പാണ് കേട്ടോ, കണ്ടില്ലേ, ഷേപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മീഡിയ ആണെങ്കിൽ തന്നെ മീഡിയ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് ഏത് രീതിയിലുള്ള ഫാൻസി ടെക്സ്റ്റ് വേണോ, പ്ലെയിൻ ടെക്സ്റ്റ് വേണോ നമുക്ക് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസാണ് വരുന്നത്. നമ്മളൊരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ സൈസും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്, കാരണം വേറെ ഒന്നും ഇതിൽ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ എൻ്റെ തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഞാനിതിൽ ക്ലിപ്പ് ആർട്ടിൽ പോയൊരു ഷേപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ആ ഷേപ്പ് ഞാനത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഷേപ്പ് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ആ ഒരു രീതിയിൽ ഞാനത് പേസ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ കളർ ഇത് ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾ സോളിഡ് കളറിൻ്റെ താഴെ കളർ എന്നുള്ള ഓപ്ഷൻ, അത് ഞാൻ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അതൊരു ബ്ലൂ കളറിലേക്ക്, ബ്ലൂ ഷെയ്ഡിലേക്ക് അത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ ഷെയ്ഡിലേക്ക് അത് മാറ്റി ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് അവിടെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. ഞാനിതിൽ പ്ലെയിൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പൊസിഷൻ വെച്ചിട്ട് ഞാൻ പോസ്റ്റ് മൈ വോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ഞാൻ അവിടെ എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ ഒരു ആക്സിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാൻ സാധിക്കും. അത് ടെക്സ്റ്റിൻ്റെ ഫോമാറ്റാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടെക്സ്റ്റും, ഏത് രീതിയിലുള്ള ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത്, ആ ടെക്സ്റ്റ് എല്ലാം നമുക്ക് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ നമുക്കിതിലൊരു ടെക്സ്റ്റ്, നമുക്കിതിൽ ഒരു ഫോർമാറ്റ്, ടെക്സ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അതിൻ്റെ സൈസ്, തൊട്ട് താഴെ സൈസ് ഉണ്ട്, ആ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതിൻ്റെ സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഒരു 80 ആക്കി ഞാനത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളത്. അടുത്ത ഞാനിതിലൊരു പിക്ചറാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോസിൽ പോയി ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. അപ്ലോഡ് ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ചാനലിലെ ലോഗോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് അതിൽ നമുക്കൊരു ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇതിൽ നമുക്ക് മെൻഷൻ. വീണ്ടും ഞാൻ ടെക്സ്റ്റ് തന്നെ എടുത്തു. ഓക്കെ, ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റർ എടുക്കുന്നുണ്ട്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. തംബ്നെയിൽസ് ആൻഡ് പോസ്റ്റേഴ്സ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള, തംബ്നെയിൽസ് ആൻഡ് പോസ്റ്റേഴ്സ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ഞാൻ അതിൽ കൊടുക്കുന്നത്. അതിൽ ഞാൻ ഒന്നുകൂടെ എൻ്റെ ആ ഒരു ഫോണ്ട് അത് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ ഫോണ്ട് അവിടെ ലോഡ് ആവുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു റീസൺ കൊണ്ട് അത് വന്നിട്ടില്ല. ഞാനൊന്നും കൂടെ ഇട്ട് നോക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആ ഫോണ്ട് അവിടെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സൈസ് കുറച്ച് വലുതാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സൈസ് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. കളർ ഞാൻ കുറച്ച് ബ്ലൂ ആക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ അതിൽ ടെക്സ്റ്റെല്ലാം ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ലോഗം കൂടെ ഉണ്ട്, ആ ലോഗം കൂടെ ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ നമ്മുടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു.
അതിനൊരു ടെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. സൈസ് ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാനത് പേസ്റ്റ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഏകദേശം സിമ്പിളായിട്ടുള്ളൊരു തമ്പനെയിൽ, ഒരു സിമ്പിൾ തമ്പനെയിൽ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് നമ്മളൊരു ഒരു ഫോട്ടോഷോപ്പോ അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, പോസ്റ്റർ മൈ വാൾ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്രീ ഡൗൺലോഡ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ഡിസൈൻ ഇതിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി ഇത് ലോഗിൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ലോഗിൻ ചെയ്യുന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതായത് ഞാൻ ലോഗിൻ ചെയ്യാതെയും നമുക്കിത് യൂസ് ചെയ്യാമെന്നതാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ? ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ് അറിയാതെ, ഒരു ഫോട്ടോഷോപ്പ് അറിയാതെ എങ്ങനെ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ യൂട്യൂബിന്റെ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. എങ്ങനെയാണ് അത് നമുക്ക് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി അതിലെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ അത് തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.